സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ഫോട്ടോ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധം ശക്തം. ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത N സുബ്രഹ്മണ്യനെ പോലീസ് വിട്ടയച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നെടുത്ത ചിത്രമാണ് താൻ പങ്കുവച്ചതെന്നും പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. പോലീസിന് സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു. ആദ്യം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സ്റ്റേഷനിൽ പോകണമെന്നാണ്. ഭരണകൂടത്തിന്റെ ഒരു ഏർപ്പെടല്ലേ അതൊക്കെ. അതെ, ഒരു ദിവസം കഴിഞ്ഞല്ലോ, കലാപം നേടെ നടന്നിട്ടില്ലല്ലോ. ഇതൊക്കെ പോലീസ് അതാത് സമയത്ത് ഉണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി സർക്കാരാണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാരാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എന്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകരുടെ പേരിലോ കേസൊന്നും എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അതേ വീഡിയോ എന്നുള്ളതാണ്. പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇതിലൊരു ഫോട്ടോ എന്റെ വാളിലുള്ളപ്പോൾ ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ 29 അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞില്ലേ. കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങൾ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയണം. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന്. നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ, മിസ്റ്റർ പിണറായി വിജയൻ. N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി ശുദ്ധമായ രാഷ്ട്രീയ പകപോക്കലാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ, ആരും പോസ്റ്റ് ഇട്ടുകൂടാ. അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റ് ഇട്ട് എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിന് സസ്പെൻഡ് ചെയ്തു. എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ സ്റ്റാലിനാണോ? എനിക്കറിയാൻ വയ്യ ചോദിക്കുക. റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ? ആ സ്റ്റാലിൻ്റെ പ്രതിരൂപമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ്, ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ കലാപാഹ്വാനം നടത്തിയെന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് N സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, രാവിലെ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത് മുതൽ നാടകീയമായ സംഭവങ്ങളായിരുന്നു നടന്നത്. വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്?
തീർച്ചയായും നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് കോഴിക്കോട് നടന്നത്. ചേവായൂർ പോലീസാണ് രാവിലെ 8 മണിക്ക് സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം ഒരുങ്ങിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുകയും പോലീസിന്റെ കൂടെ പോവുകയുമായിരുന്നു. തുടർന്ന് ചേവായൂർ സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള ഒരു ആശുപത്രിയിൽ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചെറിയ ചില ദേഹാസ്വാസ്ഥ്യപരമായ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അല്പനേരം നിരീക്ഷണത്തിൽ നിൽക്കുകയും ചെയ്തു. പിന്നീടാണ് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ ഈ സംഭവം അറിഞ്ഞപ്പോൾ മുതൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയിരുന്നു. ഇതിന്റെ ആഹ്വാനം DCC പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി മുതിർന്ന നേതാക്കളടക്കം വിഷയത്തിൽ പ്രതികരിക്കുകയും അതിരൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കലാപാഹ്വാനം എന്ന രീതിയിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തു എന്ന കേസെടുത്തതിന് ദിവസങ്ങൾ ഉള്ളിൽ തന്നെ KPCCയുടെ നിർവാഹക സമിതി അംഗമായ ഒരു മുതിർന്ന നേതാവിനെ കസ്റ്റഡിയിലെടുത്തതിന്റെ ഔചിത്യക്കുറവിനെ അവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും താൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ചിത്രമല്ല പങ്കുവച്ചത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ചിത്രത്തിന്റെ ആധികാരികത താൻ തെളിയിക്കുമെന്ന് സുബ്രഹ്മണ്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ സമര കോലാഹലങ്ങൾക്കും സംസ്ഥാനമൊട്ടാകെയുള്ള ഈ പ്രതിഷേധ പ്രസ്താവനകൾക്കും പിന്നാലെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. എന്തായാലും നോട്ടീസ് നൽകി തൽക്കാലം വിട്ടയച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അനുബന്ധമായ നടപടിക്രമങ്ങൾ പിന്നീടുണ്ടാവും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി.